ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായിട്ട് കൃപാസന അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ യുഎഇയിൽ നിന്ന് വരുന്നു. നാട്ടിലെ ഇടവക പാലാരൂപതയിലാണ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് 30/4/2024 ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസാണ്. ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് ഞാൻ യുഎഇ വർക്ക് ചെയ്യുന്നു. ഒരുപാട് ജോബ് അപ്ലൈ ചെയ്തു. ഒരിക്കലും എനിക്ക് കരിയറിൽ സക്സസ് ആയിട്ടില്ല. എവിടെയെങ്കിലും ജോബ് കിട്ടിയാൽ തന്നെ ഞാൻ അവിടെ ജോബിന് റിസൈൻ ചെയ്ത് 1 മന്ത് നോട്ടീസ് പീരീഡ് ഉണ്ട്. അതിന് ജോബിന് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർ പറയും എന്നാ ജോബ് പോസ്റ്റ്പോൺ ചെയ്തു, വേറെ ജോബ് നോക്കണമെന്ന് പറയും. പിന്നെയും കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമുള്ളായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ ഫൈനലി എനിക്ക് നല്ലൊരു ജോബ് കിട്ടി. പക്ഷേ അവിടെ ജോയിൻ ചെയ്ത് വിതിൻ 1 മന്തിനുള്ളിൽ അവർ പറഞ്ഞു ജോബ് വേറെ നോക്കണം. എപ്പോഴും ജോബിൽ കരിയറിൽ തകർച്ച മാത്രമുള്ളായിരുന്നു ഞാൻ അനുഭവപ്പെട്ടത്. അങ്ങനെ വിഷമത്താലും ദുഃഖത്താലും തകർച്ചയാലും എല്ലാവരാലും നാണം കേട്ട് തലകുനിച്ചാണ് ഞാൻ നടന്നിരുന്നത്. അപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യുഎഇ തന്നെയുള്ളതാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു ഫ്രണ്ട് ഓൺലൈൻ ഉടമ്പടി വഴി ഒരുപാട് അനുഗ്രഹം കിട്ടി എന്ന് പറഞ്ഞത്. എനിക്ക് കൃപാസനത്തിലോ ഉടമ്പടിയിലോ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അതിനുശേഷം ജീവിതത്തിൽ തകർച്ച വന്നപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് ആ മാസം തന്നെ എനിക്ക് നല്ല ഹൈ സാലറിയോടെ നല്ല പൊസിഷനിലൂടെ യുഎഇയിൽ ജോബ് കിട്ടി. ഇപ്പോൾ ഞാൻ നന്നായി വർക്ക് ചെയ്യുന്നു 5 സ്റ്റാർ ഹോട്ടലിൽ. രണ്ടാമത്തെ നിയോഗം, എനിക്കൊരു നല്ലൊരു വീടില്ലായിരുന്നു. വർഷങ്ങളോളം യുഎഇ വർക്ക് ചെയ്തിട്ടും എനിക്ക് നല്ലൊരു വീട് പണിയാൻ സാധിച്ചില്ല. ഞാനും വൈഫും യുഎഇയിലാണ്. എന്നിട്ടും ഫൈനാൻസിൽ ഒരിക്കലും സക്സസ് ആയിട്ടില്ല. എപ്പോഴും കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിപ്പോവാണ്. വീടാണെങ്കിൽ മഴ നനയുന്ന ഒരു വീടാണ്. ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജോബ് കിട്ടി, വീട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 2 നിലയുള്ള 2258 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. മൂന്നാമത്തെ നിയോഗം, എനിക്ക് ഒരുപാട് അപകടങ്ങൾ യുഎഇയിൽ നിന്നും മാതാവ് സംരക്ഷണം നൽകി. പല തവണ ഷെയ്ഖ് സാർ റോഡിൽ വെച്ച് അപകടം ഉണ്ടായിട്ടുണ്ട്. വണ്ടിയുടെ ടയർ പൊട്ടിപ്പോവുക, അതിൽ നിന്നൊക്കെ മാതാവ് ഭയങ്കരമായ സംരക്ഷണം നൽകി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന നിയോഗം, ഞാൻ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. നന്നായി പ്രാർത്ഥിക്കില്ലായിരുന്നു. പള്ളിയിൽ വല്ലകാലത്തെ പോകുള്ളായിരുന്നു. കുമ്പസാരിക്കുന്ന ചിലപ്പോൾ 3 വർഷം കൂടുമ്പോഴായിരുന്നു. ഒരിക്കലും പ്രാർത്ഥനയിലോ വിശ്വാസത്തിലോ ബൈബിൾ വായനയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഡിസോർഡറായ എൻ്റെ ലൈഫ് ഓർഡറായി. ഞാൻ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. മാതാവ് ജീവിതത്തിൽ അനുഭവപ്പെട്ട വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ജപമാല, കുർബാന 2 ആഴ്ച കൂടുമ്പം സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് വചനം സെൻഡ് ചെയ്യുകയും ഒരുപാട് ആൾക്കാരെ ഉടമ്പടി എടുക്കാൻ ഞാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ഞാൻ ഒരു ഭാഗം പാവങ്ങൾക്ക് ദാനം ചെയ്യുകയും എന്നെപ്പോലെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ താഴെ സാധാ ലോണ്ടറിക്കാർ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം, രോഗികൾക്ക് മെഡിസിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു.